ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 3-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമഹദോസ്മി. അപ്പം ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. മുമ്പ് പറഞ്ഞ പോലെ ചതുർത്ഥസ്കന്ധം 3-ാം അധ്യായം 18-ാമത്തെ ശ്ലോകം. ചതുർത്ഥസ്കന്ധം അധ്യായം 3 ശ്ലോകം 18. നൈതാദൃശാനം സ്വജനവ്യപേക്ഷയാ ഗൃഹാൻ പ്രതീയാദനവസ്ഥിതാത്മനാം ഏഭ്യാഗതൻ വക്രധിയാഭിചക്ഷത്തെ ആരോപിതപ്ലോഭിതമർഷണാക്ഷിഭീം. ഏതാദൃശാനാം നൈതാദൃശാനാം. ഏതാദൃശം ഇപ്രകാരമുള്ള, ഏതാദൃശാനാം സ്വജന വ്യപേക്ഷയ ഇപ്രകാരമുള്ള സ്വജനങ്ങളെ എന്ന ഭാവത്തോടെ, വ്യപേക്ഷയ വി അപേക്ഷയ ഇപ്രകാരമുള്ള സ്വജനങ്ങളാണെന്നുള്ള ആ ആശ്രയത്തിൽ, അപേക്ഷയിൽ ഗൃഹാൻ പ്രതീയാത് അനവസ്ഥിതത്മനാം അനവസ്ഥിതമായ ആത്മാവോട് കൂടിയ, അനവസ്ഥിതം ഉറയ്ക്കാത്ത, സ്ഥിരതയില്ലാത്ത, നിശ്ചയമില്ലാത്ത, അനവസ്ഥിതമായ ആത്മാവിനുള്ള ബുദ്ധി എന്നർത്ഥം പറയാം, മനസ്സെന്നും പറയാം. അനവസ്ഥിതമായ ബുദ്ധിയോട് കൂടിയ ഇപ്രകാരമുള്ളവരുടെ, ഏതാദൃശാനാം അനവസ്ഥിതാത്മനാം ഏതാദൃശാനാം ഉള്ളവരുടെ, ഗൃഹാൻ വീടുകളെ, അവരുടെ ഭവനങ്ങളെ, സ്വജനങ്ങൾ എന്ന ആശ്രയത്തോടെ, ഭാവത്തോടെ, നപ്രതിയാത് സമീപിക്കരുത്, എത്തിച്ചേരരുത്. നപ്രതിയാത് എത്തിച്ചേരുക. വ്യവസ്ഥയില്ലാത്ത സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന ഇപ്രകാരമുള്ള ബന്ധുക്കൾ സ്വജനങ്ങളാണ് എന്നുള്ള ഭാവത്തിൽ വിളിച്ചിട്ടില്ലെങ്കിലും അവർ സൽക്കരിക്കുമെന്നുള്ള വിചാരത്തോടെ അവരുടെ ഗൃഹങ്ങളിൽ പ്രവേശിക്കരുത്. കാരണം ഏതാദൃശാനാം ഇവരെ പോലെയുള്ള, ദക്ഷനെ പോലെയുള്ള അവര് സ്വജനങ്ങൾ അല്ല. വാസ്തവത്തിൽ ആണ് എന്ന തൽക്കാലം അഭിനയിച്ച് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സൂക്ഷിച്ചു വേണം. ആരായാലും സ്വജനങ്ങൾ, അച്ഛനായാലും അമ്മയായാലും സഹോദരന്മാരായാലും ആരായാലും അങ്ങനെയാകാവും. ആരാണോ അഭ്യാഗതാൻ വന്നു ചേരുന്നവരെ വക്രധിയ അഭിചക്ഷതേ, വക്രധിയ വളഞ്ഞ ബുദ്ധിയോടെ, അഭിചക്ഷതയെ സംസാരിക്കാൻ തുടങ്ങും, നോക്കുന്നു. ആരോപിത ഭ്രൂഭിഹി അമർഷണക്ഷിഭി, പുരികക്കൊടികൾ വളച്ച് അമർഷതയോടുള്ള കണ്ണുകളാൽ വക്രബുദ്ധിയോടുകൂടി വരുന്നവരെ നോക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ളവർ അവരുടെ യഥാർത്ഥമായ ഭാവമോ ബുദ്ധിയോ അവർക്ക് നമ്മുടെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കയറി വരുന്നവരുടെ നേരെ കോപമുണ്ട് എന്ന് അഭിനയിച്ച് കാണിക്കാൻ പുരികക്കൊടികളൊന്ന് വളയ്ക്കും, കണ്ണൊന്ന് ചുമപ്പിക്കും, എന്നിട്ട് അങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കും. ഈ നോട്ടം കൊണ്ട് തന്നെ മനസ്സിലാക്കണം
നമ്മൾ കയറി ചെന്ന് പിടിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. ബന്ധുക്കളാണ് എന്നൊക്കെ ശരിയാ, അച്ഛനാണ്, അമ്മയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, മക്കളാണ്, അമ്മാവനാണ്, ബന്ധുക്കളാണ്. പക്ഷെങ്കിൽ അവർക്ക് ബുദ്ധി ഒരു സ്ഥിരതയെ പ്രാപിക്കാത്തവരായ ഇപ്രകാരമുള്ള ബന്ധുക്കൾ എൻ്റെ ഭജനമാണ് എന്നുള്ള ഭാവത്തോടുകൂടി പെരുമാറിയാലും അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. അഥവാ കയറി ചെന്നാൽ അവർ വളരെ ദേഷ്യഭാവത്തോട് നമ്മളെ നോക്കുക തന്നെ ചെയ്യും. ഇത് ബന്ധുക്കളുടെ ഒരു സ്വഭാവമാണ്, സ്വജനങ്ങളുടെ ഒരു സ്വഭാവമാണ് എന്നൊന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടിയാണ് ഭാഗവതം ഈ സന്ദർഭത്തിൽ ഇങ്ങനെ നമ്മെ ബോധ്യപ്പെടും. നൈതാദൃശാനം സ്വജനം വ്യപേക്ഷയാ ഗൃഹാൻ പ്രതീയാദനവസ്ഥിതാത്മനാം ഏഭ്യാഗതൻ വക്രധിയാഭിചക്ഷതേ ആരോപിതഭ്രോഭിതമർഷണാക്ഷിഭീം. അനവസ്ഥിതാത്മനാം ഏതാദൃശാനാം ഗൃഹാൻ സ്വജനം വ്യപേക്ഷയാ ന പ്രതീയാത് ഏ ആരോപിതഭ്രൂഭിഃ അമർഷണാക്ഷിഭിഃ വക്രധിയ അഭ്യാഗതാൻ അഭിചക്ഷതേ. നൈതാദൃശാനം സ്വജനം വ്യപേക്ഷയാ ഗൃഹാൻ പ്രതീയാദനവസ്ഥിതാത്മനാം ഏഭ്യാഗതൻ വക്രധിയ അഭിചക്ഷതേ ആരോപിതഭ്രൂഭിതമർഷണാക്ഷിഭീം. നൈതാദൃശാനം സ്വജനം വ്യപേക്ഷയാം ഗൃഹാൻ പ്രതീയാദനവസ്ഥിതാത്മനാം ഏഭ്യാഗതൻ വക്രധിയ അഭിചക്ഷതേ ആരോപിതഭ്രൂഭിതമർഷണാക്ഷിഭീം. തഥാരിഭർന്ന വ്യഥതേ ശിലീമുഖേ ശേതേർദിതംഗോ ഹൃദയേന ദൂയതാം സ്വാനാം യഥാ വക്രധിയാം ദുയുക്തിഭിഃ ദിവാനിശം തപ്യതി മർമദാടിതാം. തഥാ അരിഭിഃ ന വ്യഥതേ ശിലീമുഖേ. അങ്ങനെ തഥാ അപ്രകാരം അരികളാൽ, ശത്രുക്കളാൽ ന വ്യഥതേ വേദനിപ്പിക്കില്ല, ശിലീമുഖേ അമ്പുകൊണ്ടുപോലും ശത്രുക്കൾ ഇത്രയും വേദനിപ്പിക്കില്ല. അതിനേക്കാൾ കൂടുതൽ വേദന ഈ ഭജനങ്ങളുടെ അടുത്ത് നേരിടേണ്ടി വരും. തഥാ അരിഭിഃ ന വ്യഥതേ ശിലീമുഖേ ശേതേ അർദ്ദിതാംഗോ ഹൃദയേന ദൂയത. ശേതേ കിടക്കുന്നു, അർദ്ദിതാംഗ അംഗങ്ങൾക്ക് ദുഃഖമുണ്ടായിട്ട്, ഹൃദയേന ദൂയത ഹൃദയം കൊണ്ട് ദുഃഖിക്കുന്നവരായിട്ട്, സ്വാനാം സ്വന്തം ആൾക്കാരുടെ, യഥാ വക്രധിയം ദുരുക്തിഭി എങ്ങനെയെന്ന് വെച്ചാൽ വളഞ്ഞ ബുദ്ധിയുള്ളവരുടെ ദുഷ്ടമായ വാക്കുകളെ കൊണ്ട് ദിവാനിശം രാവും പകലും എല്ലാ ദിവസവും തപ്യതി ദുഃഖിക്കുന്നു, തപിക്കുന്നു, മർമ്മതാടിത മർമ്മത്തിൽ അടികൊണ്ടിട്ട് എന്ന പോലെ അതിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ബന്ധുക്കളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടിലോ ഭർത്താവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ വീട്ടിലോ ഒക്കെ കയറി ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോട് അപ്രീതി തോന്നിയിട്ടുണ്ടെങ്കിൽ രൂക്ഷമായി ഒന്ന് നോക്കും, ചിലപ്പോൾ കുറേ നേരത്തേക്കൊന്നും മിണ്ടില്ല. ഈ കയറി ചെല്ലുമ്പോഴുള്ള ഈ അവസ്ഥ നമ്മളെ കണക്കറ്റ് വേദനിപ്പിക്കും. ആ വേദന ശത്രുക്കളുടെ അമ്പ് കൊണ്ട് വീഴുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ വേദനയാണ്. ശത്രുക്കളുടെ അമ്പേറ്റ് താഴെ വീണാൽ മരിക്കുന്നുള്ള ഉറപ്പാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അത്ര സമയത്തേക്കേ അത് വേദനിപ്പിക്കത്തുള്ളൂ, മരിക്കുന്നിടം വരെ. പക്ഷേ ഇവരുടെ ക്രൂരമായ വാക്കുകൾ ജീവിതത്തിൻ്റെ അന്ത്യം വരെ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വേണമെങ്കിൽ പാർവതിക്ക് ചിന്തിക്കാം, ഇവരൊക്കെ ബന്ധുക്കളല്ലേ, അവരെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നവരല്ലേ, അവരുടെ വീട്ടിൽ വിരോധികളാണെങ്കിൽ പോലും ഒന്ന് പോകാതിരിക്കാൻ പറ്റുമോ? തൽക്കാലം നേരിടുന്ന അസുഖങ്ങളെ ബന്ധുക്കളാണെന്ന മട്ടിൽ അങ്ങ് സഹിക്കുക, ക്ഷമിക്കുക, അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് എന്ന് ആശങ്കിക്കുന്ന പക്ഷം അതിന് മറുപടി പറയുകയാണ്.
ശത്രുക്കൾ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള ബാണങ്ങളെക്കാൾ ഭയങ്കരമാണ് ഇവരുടെ വാക്കുകൾ. ശത്രുക്കളുടെ അമ്പേറ്റ് താഴെ വീണാൽ അത്രയും ദുഃഖം ഉണ്ടാവില്ല. കാരണം മരണം അടുത്തു എന്നുറപ്പാണ്. ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം എന്ത് ചെയ്യും? മരിച്ചും ഉറപ്പാണത്. അപ്പൊ ദുഃഖം കുറച്ചു സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് തന്നെയല്ല, ശത്രുവാണല്ലോ മുമ്പിൽ നിൽക്കുന്നവൻ. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ വേദനിപ്പിക്കും വിപരീത ഭാവത്തിൽ കോപിച്ചു നോക്കുന്ന വചനങ്ങളുടെ ദുർവാക്കുകളാകുന്ന ബാണം തറച്ചാൽ അത് ഓരോ മർമ്മങ്ങളിലും അങ്ങനെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് വിട്ടുപോകില്ല. നിത്യ ദുഃഖമാണ്. രാവും പകലും ഒരുപോലെ ഈ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് സ്വജനം എന്നുള്ള ഭാവത്തിൽ അവരുടെ വീട്ടിൽ പോയാൽ മഹാദുഃഖത്തിന് കാരണമാകും. ഒരു കാലത്തും അങ്ങനെയുള്ളത് പോവാതിരിക്കണം. ഒരു പ്രാക്ടിക്കലായ ഒരു ചിന്ത നമുക്ക് തരികയാണ്. എന്തുവാണ് അവർ സഹിക്കില്ലേ, ക്ഷമിക്കില്ലേ, ഭാരമില്ല, അത്രയൊക്കെയല്ലേ പറഞ്ഞുള്ളൂ, പോയേക്കാം എന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പരിഭവം ഒരിക്കലും മറക്കില്ല. മുള്ളു കൊണ്ട് കയറിയിട്ട് ആ മുള്ള് വേദനിപ്പിക്കുന്ന പോലെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ശത്രുക്കളുടെ അമ്പിനേക്കാൾ ഭയാനകമാണിത്. അത് അത്രയുള്ള അല്പസമയത്തേക്കുള്ളൂ. അതുകൊണ്ട് തഥാരിഭർണവ്യഥതേ ശിലീമുഖൈഷേതേർത്തിതംഗോ ഹൃദയേന ദൂയതാം സ്വാനാം യഥാ വക്രധിയം ദുരുക്തിഭദ്ദിവാനിശം തപ്യതി മർമ്മതാടിതാം. വക്രധിയാം സ്വാനാം ദുരുക്തിഭിഃ മർമ്മതാടിതഃ ദൂയതാ ഹൃദയേന ദിവാനിശം യഥാ തപ്യതി തഥാ അരിഭിഃ ശിരീമുഖൈഃ അർദ്ധിതാംഗഃ ക്ഷേതേ ന വ്യഥതേ. തഥാ അരിഭർണ വ്യഥതേ ശിരീമുഖൈഃ ക്ഷേതേർദ്ദിതംഗോ ഹൃദയേന ദൂയതാം സ്വാനാം യഥാ വക്രധിയാം ദുരുക്തിഭത് ദിവാനിശം തപ്യതി മർമ്മതാടിതാം. തഥാരിഭർണ വ്യഥതേ ശിരീമുഖൈഃ ക്ഷേതേർദ്ദിതംഗോ ഹൃദയേന ദൂയതാം സ്വാനാം യഥാ വക്രധിയം ദുരുക്തിഭിർ ദിവാനിശം തപ്യതി മർമ്മതാടിതാം. വ്യക്തം ത്വമുത്കൃഷ്ടഗതേ പ്രജാപതേഃ പ്രിയാത്മജാനാമഭി സുഭ്രു സമ്മതാം അഥാഭിമാനം ന പിതുഃ പ്രപദ്ഷ്യഫേ മദാശ്രയാത് കഃ പരിതപ്യതേയതാം. വ്യക്തമായിട്ട് ഒരു കാര്യം പറയാം. ത്വം ഉത്കൃഷ്ടഗതേഹ പ്രജാപതേഹ, നീ ഉത്കൃഷ്ടഗതിയുള്ള ആ പ്രജാപതിയുടെ പ്രിയപ്പെട്ടവളായ ആത്മജാനാം അഭി, ആ ദക്ഷപ്രജാപതിയുടെ പെൺമക്കളിൽ നീ ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. നിന്നെ ഏറ്റവും ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ്റെ അരികത്ത് പോകുന്ന ഈ വക ശങ്കയൊന്നും ആവശ്യമില്ലല്ലോ എന്നാണ് പാർവതി വിചാരിക്കുന്നതെങ്കിൽ പരമശിവൻ പറയുകയാണ്, ദക്ഷന്റെ ബ്രഹ്മാവിൻ്റെ പുത്രനാണെന്നുള്ള ആ ഉന്നത പദവിയിൽ എത്തിയിരിക്കുന്ന ആ ദക്ഷപ്രജാപതിമാരുടെ പുത്രിമാരിൽ വെച്ച് നീ ഇളയവളാണ്. പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രിയാണ്. അതെനിക്കറിയുകയും ചെയ്യാം. വ്യക്തം ത്വം ഉത്കൃഷ്ടഗതേ പ്രജാപതേഹ പ്രിയ ആത്മജാനാം അഭി സുഭ്രു സമ്മത. ഹേ സുന്ദരി. സുഭ്രു സുന്ദരി എന്ന സംബോധനയാണ്. മനോഹരമായ ഭ്രൂക്കൾ, പുരികങ്ങൾ ഉള്ളവൾ. സമ്മത, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കത് അനുവദനീയമാണ്. ഈ ഒറ്റ കാര്യം, നീ ദക്ഷപ്രജാപതിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാണ്, ശരിയാണ്. അഥാപി, എന്നാൽ ജ്യേഷ്ഠത്തിമാരെക്കാൾക്കുള്ളൊക്കെ പിതാവിന് വാത്സല്യം നിന്നോടാണ്, ശരിയാണ്. എന്നാലും മാനം ന പിതു പ്രപദ്സ്യതേ, പിതുഹു പിതാവിൽ നിന്നും
മാനം സൽക്കാരത്തെ ന പ്രപത്സ്യസേ പ്രാപിക്കില്ല. പിതാവ് നിന്നെ സൽക്കരിക്കില്ല. പിതാവിൽ നിന്നും ഒരു സൽക്കാരം നീ പ്രതീക്ഷിക്കണ്ട, അതുണ്ടാവില്ല. കാരണം എന്താണ്? മതാശ്രയാ, ഇപ്പൊ നീ എന്നെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ഇപ്പൊ നീ എൻ്റെ പത്നിയാണ് എന്നുള്ളത് കൊണ്ട്. ഇവിടെ കഹ എന്ന് വെച്ചാൽ ദക്ഷൻ എന്നർത്ഥം, ആര് എന്നല്ല. കഹ ദക്ഷൻ പരിതപ്യതേ, പരിതപിക്കുന്നു. യതഃ എന്തുകൊണ്ടെന്നാൽ, ആദ്യത്തെ ഒരു വിഷയം ശരിയാണ്. ദക്ഷ പ്രജാപതിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാണ് നീ. പക്ഷെ അങ്ങനെ വിചാരിച്ച് ചെല്ലുമ്പോൾ മറ്റുള്ള ജ്യേഷ്ഠത്തിമാരെക്കാക്കുള്ള നിന്നെ കാണുമ്പോൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വാത്സല്യം കാണിക്കുകയും എന്താണ്, രണ്ട് കൈ കൊണ്ടും നിന്നെ കെട്ടിപ്പുണർന്ന് അകത്ത് കൊണ്ടുപോയി സൽക്കരിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ യക്ഷന്റെ മനസ്സിൽ എൻ്റെ പത്നിയായിട്ടാണ് നിന്നെ കാണുന്നത്, മകളായിട്ടല്ല. അത് വിട്ടുപോയി. മദാശ്രയാത് കഹ യക്ഷ പരിതപ്യതേ. യക്ഷന്റെ പരിതാപത്തിന് കാരണം നീ എൻ്റെ ഭാര്യയാണ് എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് നിനക്ക് അവിടെ ചെല്ലുമ്പോൾ വേണ്ട വിധത്തിലുള്ള ആദരവും ബഹുമാനവും കിട്ടില്ല, ഉറപ്പാണ്. വ്യക്തം ത്വമുത്കൃഷ്ടഗതേ പ്രജാപതേ പ്രിയ ആത്മജാനാമസി ശുഭ്രുസമ്മതാം അഥാഭിമാനം ന പിതു പ്രപദ്സ്യസേ മദാശ്രയത്ക പരിതപ്യതേ യതാം. ഉത്കൃഷ്ടഗതേഃ പ്രജാപതേഃ ആത്മജാനാം പ്രിയ അസി വ്യക്തം സമ്മതാ തഥാപി പിതുഃ മാനം ന പ്രപദ്സ്യസേ യതഃ മദാശ്രയാത് കഹ പരിതപ്യതേ. വ്യക്തം ത്വമുത്കൃഷ്ടഗതേ പ്രജാപതേ പ്രിയാത്മജാനാമസി ശുഭ്രുസമ്മതാം അഥാഭിമാനം ന പിതു പ്രപദ്സ്യസേ മദാശ്രയത്ക പരിതപ്യതേ യതാം. വ്യക്തം ത്വമുത്കൃഷ്ടഗതേ പ്രജാപതേ പ്രിയാത്മജാനാമസി ശുഭ്രുസമ്മതാം അഥാഭിമാനം ന പിതു പ്രപദ്സ്യസേ മദാശ്രയത്ക പരിതപ്യതേ യതാം. പാപച്യമാനേന ഹൃദാതുരേന്ദ്രിയാം സമർത്ഥ്യഭിഃ പൂരുഷബുദ്ധിഭക്ഷിണാം അകൽപ്പയേഷാമധിരോടുമഞ്ജസാം പദം പരം ദ്വേഷ്ടി യഥാ സുരാ ഹരിം. പാപച്യമാനേന, വീണ്ടും വീണ്ടും പചിച്ചുകൊണ്ടിരിക്കുന്ന, വീണ്ടും വീണ്ടും തപിച്ചുകൊണ്ടിരിക്കുന്ന, പുനഃപുനരതിശയേന പരിതപതീതി പാപച്യമാന, വീണ്ടും വീണ്ടും അത്ഭുതകരമായി പരിതമിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് പാപച്യമാന. പാപച്യമാനേന ഹൃദ, അങ്ങനെയുള്ള ഹൃദയത്തോടെ ആതുരേന്ദ്രിയ, ആതുരങ്ങളായ ഇന്ദ്രിയങ്ങളോട് കൂടിയതായിട്ട്, സമർത്ഥ്യഭി പുരുഷബുദ്ധി, പൂരുഷബുദ്ധി ഭക്ഷിണാം, സമർത്ഥിഭി, സമർത്ഥികളായ സമർത്ഥികളെ കൊണ്ട്, പൂരുഷബുദ്ധി ഭക്ഷിണാം, പുരുഷന്മാരുടെ ബുദ്ധിവൃത്തികളുടെ സാക്ഷികളായിരിക്കുന്ന, പൂരുഷബുദ്ധി ഭക്ഷണ, പുരുഷന്മാരുടെ ബുദ്ധിക്ക് സാക്ഷിയായിരിക്കുന്ന അകൽപ്പഹ, അസമർത്ഥനായിട്ട്. കൽപ്പൻ സമർത്ഥൻ, അകൽപ്പൻ അസമർത്ഥൻ. കൽപ്പത്തിന് നമുക്ക് കേട്ടാൽ അറിയാവുന്ന ഒറ്റ അർത്ഥമേ ഉള്ളൂ, കൽപ്പാന്തകാലം പ്രളയം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. അതിലൊന്നാണ് ഇവിടെ എടുത്തത്. കൽപ്പഹ ശക്തഃ, അകൽപ്പഹ അശക്തഃ. അതിന് ശക്തിയില്ലാത്തവനായിട്ട്, ഏഷാം അധിരോഢും അഞ്ജസാം, ഏഷാം ഇവരുടെ, അധിരോഢം കയറുവാനായിക്കൊണ്ട്, അഞ്ജസ വളരെ വേഗം, പദം പരം പരമമായ പദത്തെ ദ്വേഷ്ടി വിദ്വേഷിക്കുന്നു, യഥാ അസുര ഹരി, എപ്രകാരമാണ് അസുരന്മാർ ഹരിയെ ഭജിക്കുന്നത് അതുപോലെ. അപ്പൊ വാസ്തവത്തില്
പിതാവിന് അങ്ങയോടുള്ള ദേഷ്യത്തിന് കാരണം എനിക്കറിയാമെങ്കിൽ പോലും അത് നിസ്സാരമാക്കിയതിനേ ഉള്ളൂ എന്നാണ് എന്നെങ്കിൽ പാപച്യമാനേന ഹൃദ ആതുരേന്ദ്രിയ, സഹിക്കാനാവാത്ത ഹൃദയം കൊണ്ട് ഇന്ദ്രിയങ്ങൾ ആതുരമായി തീരുകയാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും അസ്വസ്ഥ വൃത്തികളായിട്ട് ദക്ഷനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദക്ഷൻ ഒറ്റ വിചാരമേ ഉള്ളൂ, ആരാണോ ശത്രുവിനെ കുറിച്ച് മാത്രം. ആരാണ് ശത്രു? പരമേശ്വരൻ. അതുകൊണ്ട് ഏത് സമയത്തും ആ ശിവൻ 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 വൃത്തികെട്ടവൻ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് വിചാരിച്ച് ഹൃദയം വീണ്ടും വീണ്ടും പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപച്യമാനേന ഹൃദ. അങ്ങനെ ഹൃദയവും ബുദ്ധിയും മനസ്സും സന്തപിച്ചാൽ ഇന്ദ്രിയങ്ങൾ എന്താണ്? ആതുരങ്ങളാകും. കാരണം ഇന്ദ്രിയത്തെ പ്രവർത്തിക്കുന്നത് ബുദ്ധിയും മനസ്സും ഒക്കെയാണ്. ആ ബുദ്ധിയും മനസ്സും ഒക്കെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ കാര്യം പറയാനുമില്ല. അങ്ങനെ ആതുരേന്ദ്രിയനായിട്ട് ദക്ഷനെ ചലിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധങ്ങളായ സമൃദ്ധികൾ സകല ജീവികളുടെയും ബുദ്ധിവൃത്തികളുടെ സാക്ഷിയായിരിക്കുന്ന ഞങ്ങളുടെ സ്ഥിതിയെ പ്രാപിക്കാൻ സാധിക്കില്ല. അകൽപ, അശക്തനാണ് ദക്ഷൻ. പുരുഷബുദ്ധിസാക്ഷിണാം ഏഷാം, പുരുഷന്മാരുടെ ബുദ്ധിവൃത്തികളുടെ സാക്ഷിയായിരിക്കുന്ന ഇവരുടെ, എന്നെപ്പോലുള്ള അവരുടെ പദം, സ്ഥാനത്തെ പരം ദ്വേഷ്ടി, സമർത്ഥികളെ കൊണ്ട് അങ്ങോട്ട് കടക്കാൻ അശക്തനായിട്ട് ഈ ഭൗതിക ലോക ജീവിതത്തിലെ കാമക്രോധാദികളുടെ സമൃദ്ധി കൊണ്ട് ഈ പരമമായ പദത്തിലേക്ക് കയറാൻ കഴിയാത്തവനായിട്ട് അസുരന്മാർ ഹരിയെ എന്ന പോലെ വിദ്വേഷിച്ചു കൊണ്ടിരിക്കും. വാസ്തവത്തിൽ ആ ദക്ഷൻ പരമഭക്തനായി മാറി എന്നല്ല, എന്നിൽ കൂടി ആ പരമാത്മ ചൈതന്യത്തെ സാക്ഷാത്കരിച്ച് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരേണ്ടവനാണ് ദക്ഷൻ. അതിന് കഴിവുള്ള ആളാണ്. പക്ഷേ അതൊക്കെ അദ്ദേഹം വിട്ടുകളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധമായ ഈ ബുദ്ധിവൃത്തികൾ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ ശത്രുവായിട്ട് കാണാം. ഈശ്വരനെ പോലും നമ്മൾ ചിലപ്പോൾ ശത്രുവായിട്ട് കാണും. ഇഷ്ടമുള്ള വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ ഒക്കെ നടത്തി തന്നാൽ കൊള്ളാം ഈശ്വരൻ. അല്ലെങ്കിൽ ഈശ്വരൻ എനിക്ക് വിപരീത ബുദ്ധിയുള്ളവനാണ്, എൻ്റെ ശത്രുവാണ് എന്ന് നമ്മൾ ഭാവന ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ പരമശിവനായ എന്നെ ആരാധിക്കാൻ അദ്ദേഹം അശക്തനാണ്. എന്നല്ല, ഈ പദത്തിലേക്ക് കയറി വരാൻ അദ്ദേഹത്തിന് കഴിയില്ല. എപ്രകാരമാണോ അസുരന്മാർ വിഷ്ണുവിനെ വിദ്വേഷിക്കുന്നത് അതുപോലെ. പാപച്യമാനേന ഹൃദ ആതുരേന്ദ്രിയ സമർത്ഥിഭി പൂരുഷബുദ്ധിഭക്ഷിണം അകൽപേഷാമധിരോഢുമഞ്ജസ പദം പരം ദ്വേഷ്ടി യഥാ ഫുരാഹരിം. പാപച്യമാനേന ഹൃദ ആതുരേന്ദ്രിയ പുരുഷബുദ്ധിസാക്ഷിണാം യേഷാം പദം സമർത്ഥിഭിः അഞ്ജസ അധിരോഢും അകൽപഃ അസുരാः ഹരിം യഥാ പരം ദ്വേഷ്ടി. പാപച്യമാനേന ഹൃദാതുരേന്ദ്രിയാം സമർത്ഥിഭിः പൂരുഷബുദ്ധിഭക്ഷിണാം അകൽപയേഷാമധിരോഢുമഞ്ജസ പദം പരം ദ്വേഷ്ടി യഥാ സുരാ ഹരിം. പാപച്യമാനേന ഹൃദ ആതുരേന്ദ്രിയാം സമർത്ഥിഭിः പൂരുഷബുദ്ധിഭക്ഷിണാം അകൽപയേഷാമധിരോഢുമഞ്ജസ പദം പരം ദ്വേഷ്ടി യഥാ സുരാ ഹരിം. പ്രത്യുദ്യമ സ്പർശേണാഭിവാദനം വിധീയതേ സാധുമിഥഃ സുമധ്യമേ പ്രാജ്ഞൈ പരസ്മൈ വൃഷായ ചേതസാം ഗുഹാശയായൈവ
നദേഹമാനിനേ. പ്രത്യുദ്ഗമം, എതിരേൽക്കുക. പ്രശ്രയണം, ശിരസ് കുനിഞ്ഞ് നമസ്കരിക്കുക, വണങ്ങുക. അഭിവാദനം ചെയ്യുക, താഴെ വീണ് കിടന്ന് നമസ്കരിക്കുക. ഇവയൊക്കെ പ്രത്യുദ്ഗമ പ്രക്ഷേപ അഭിവാദനങ്ങൾ വിധീയതയെ വിധിച്ചത് സാധു, വിധിച്ചത് വേണ്ടതുപോലെയാണ് എങ്കിൽ മിഥഹ പരസ്പരം ഹേ സുമധ്യമേ സുന്ദരി എന്ന് വിളിച്ചാണ്. പ്രാജ്ഞൈ പരസ്മൈ പുരുഷായ ചേതസ, പ്രാജ്ഞന്മാരാൽ പരംപുരുഷനായ ബുദ്ധിയോടെ ഗുഹാശയായേവ നദേഹമാനിനേ. ദേഹമാനിനി എന്ന ദേഹത്തെ അഭിമാനിക്കാൻ വേണ്ടിയല്ല, പിന്നെ എന്താണ്, ഗുഹകളിൽ ശയിക്കുന്ന ആ പരമപുരുഷനെ ആശ്രയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കഴിവുകളൊക്കെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹേ സുന്ദരി, നീ അവിടെ എത്തുകയാണെങ്കിൽ നിന്നെ എതിരേൽക്കില്ല, സൽക്കരിക്കില്ല, നല്ല വാക്ക് പറയില്ല, നമസ്കരിക്കില്ല. ഇങ്ങനെയൊക്കെ മനസ്സ് വെച്ചുകൊണ്ട് സർവജീവികളുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായി വസിക്കുന്ന പരമപുരുഷനെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന കർമ്മം ഉചിതമാണ്. ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ എതിരേറ്റ് സ്വീകരിക്കാം. പ്രശ്രയണം ചെയ്യാം, തല കുനിഞ്ഞു വണങ്ങാം. അഭിവാദ്യം ചെയ്യാം, കുനിഞ്ഞു നമസ്കരിക്കാം. ഇതൊക്കെ മനസ്സുകൊണ്ട് സർവജീവികളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന പരമപുരുഷനെ ഉദ്ദേശിച്ചു ചെയ്യുന്നത് ഉചിതമായ കർമ്മമാണ്. ഈ മൂന്നെണ്ണം ഈശ്വരനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ നന്നായി, സാധു. പ്രത്യുദ്ഗമ പ്രശ്രയണ അഭിവാദനം ഹേ സുമധ്യമേ മിഥഹ വിധീയതേ സാധു. പരസ്പരം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അറിവുള്ളവർ, ഞാൻ പ്രാജ്ഞനാണ് എന്ന് സ്വയം നടിച്ചു നടക്കുന്നവർ, പരംപുരുഷനായിക്കൊണ്ട് തൻ്റെ മനസ്സുകൊണ്ട് ഗുഹാശയനായ ആ ഭഗവാനെ നമസ്കരിക്കാം. ദേഹമാനിനെ, ദേഹമാനം കൊണ്ടല്ല വേണ്ടത്. ദക്ഷനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. പണ്ടൊരിക്കൽ പ്രജാപതിയുടെ യജ്ഞശാലയിൽ വെച്ച് ദക്ഷന്റെ ശരീര അഭിമാനം ഞാൻ നന്നായിട്ട് കണ്ടതാണ്. ഞാൻ എഴുന്നേൽക്കാതിരുന്നു എന്നുള്ളത് കൊണ്ട് ദക്ഷന്റെ ഉള്ളിൽ ഉള്ള ആദരവ് പോയി. ദേഹാഭിമാനം എന്നുള്ള ദോഷം വളർന്നു വലുതായി. അത് സദസ്സിൽ പ്രദർശിപ്പിക്കുക തന്നെ ചെയ്തു ഈ ദക്ഷൻ. പ്രാജ്ഞൈ പരസ്മൈ പുരുഷായ ചേതസ ഗുഹാശയായേവ ന ദേഹമാനിനെ. പണ്ഡിതന്മാർ പ്രത്യുദ്ഗമ ആശ്രയണ അഭിവാദനം കൊണ്ട് ഹൃദയാന്തർഭാഗത്ത് ശയിക്കുന്ന പരമപുരുഷനായ എനിക്ക് വേണ്ടി നല്ല മനസ്സോടെ വേണ്ടതുപോലെ പരസ്പരം ചെയ്യപ്പെടുന്നതാണ്, ദേഹാഭിമാനത്തിന് വേണ്ടി അല്ല. അതുകൊണ്ട് ഈശ്വരനെ സേവിക്കുന്നത് ദേഹാഭിമാനത്തിന് വേണ്ടി ആവരുത്. ഇന്ന് 100% ആൾക്കാരും സേവിക്കുന്നത് ദേഹാഭിമാനത്തിന് വേണ്ടിയാണ്. ഏറ്റവും പ്രധാനം രോഗങ്ങളില്ലാതായി ദേഹത്തെ നന്നാക്കിയെടുക്കണം എന്നുള്ള വിചാരത്തോടെയാണ്. അങ്ങനെ ഈ ദക്ഷന്റെ അഭിമാനദോഷത്തിൻ്റെ പരിശാന്തിക്ക് വേണ്ടിയിട്ടാണ്
പദത്തിൽ ഇതൊന്നും പറയാതിരുന്നത് എന്ന് ഇപ്പോൾ പരമശിവൻ വ്യക്തമാക്കുകയാണ്. പ്രത്യുദ്യമപ്രശ്രയണാഭിവാദനം വിധീയതേ സാധുമിഥ സുമധ്യമേ പ്രാജ്ഞൈ പരസ്മൈ പുരുഷായ ചേതസാ ഗുഹാശയായൈവ ന ദേഹമാനിനേ. ഹേ സുമധ്യമേ, പ്രാജ്ഞൈ പ്രത്യുദ്യമപ്രശ്രയണ അഭിവാദനം ഗുഹാശയായ പരസ്മൈ പുരുഷായ ഏവ ചേതസ സാധു മിഥ വിധീയതേ ദേഹാഭിമാനിനി ന. പ്രത്യുദ്ഗമപ്രശ്രയണാഭിവാദനം വിധീയതേ സാധുമിഥ സുമധ്യമേ പ്രാജ്ഞൈ പരസ്മൈ പുരുഷായ ചേതസാം ഗുഹാശയൈവ ന ദേഹമാനിനേ. പ്രത്യുദ്ഗമപ്രശ്രയണാഭിവാദനം വിധീയതേ സാധുമിഥ സുമധ്യമേ പ്രാജ്ഞൈ പരസ്മൈ പുരുഷായ ചേതസാം ഗുഹാശയായൈവ ന ദേഹമാനിനേ. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദീയതേ തത്ര പുമാനപാവൃതാം സത്വേ ച തസ്മിൻ ഭഗവൻ വാസുദേവോ ഹ്യഥോക്ഷജോ മേ മനസാ വിധീയതേ. സത്വം വിശുദ്ധം വസുദേവ ശബ്ദം. വിശുദ്ധമായ സത്വഗുണത്തിന് വസുദേവൻ എന്നൊരു പേരുണ്ട്. വസുദേവൻ എന്ന പേരിന്റെ ശരിയായ അർത്ഥം വിശുദ്ധമായ സത്വഗുണം ഉള്ളവൻ എന്നാണ്. രജോ ഗുണവും തമോ ഗുണവും കലരാതിരിക്കുന്ന സത്വഗുണത്തിന്റെ പേരാണ് വിശുദ്ധം സത്വം. നമ്മളിലുള്ള സത്വഗുണത്തിനകത്ത് കുറച്ച് രജസും കുറച്ച് തമസും കൂടി ഉണ്ടാവും. അങ്ങനെ അല്ലാതിരിക്കുന്ന കലർപ്പില്ലാത്ത പരിശുദ്ധമായ സത്വഗുണം യാതൊന്നാണോ അതിനെയാണ് വസുദേവൻ എന്ന ശബ്ദം കൊണ്ട് ഇവിടെ പറയുന്നത്. ശ്രീകൃഷ്ണ പിതാവായ വസുദേവൻ എന്നൊരു വ്യക്തി എന്നുള്ള അർത്ഥത്തിലല്ല, നമുക്കെപ്പോഴും കേട്ടാ അതേ ഓർമ്മയിൽ വരികയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധമായ സത്വഗുണത്തെയാണ് വസുദേവൻ എന്ന് വിളിക്കുന്നത്. ഏത് ഈയത്തെ തത്ര പുമാൻ അപാവൃത. ഏത് ഈയത്തെ യാതൊന്നിനെ ഈയതയെ പ്രാപിക്കുന്നു. തത്ര അവിടെ പുമാൻ അപാവൃത മറയ്ക്കപ്പെടാത്തവനായിട്ട് പുരുഷൻ അവിടേക്ക് പ്രാപിക്കുക തന്നെ ചെയ്യും. യാതൊന്നിനെയാണോ വസുദേവൻ എന്ന് വിളിക്കപ്പെടുന്നത് അതിൽ ആ വസുദേവനിൽ ഈ പുരുഷൻ ഒരു മറവുമില്ലാതെ എത്തിച്ചേരും, പ്രാപിക്കുക തന്നെ ചെയ്യും. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദീയതേ തത്ര പുമാൻ അപാവൃതാം സത്വേ ച തസ്മിൻ ഭഗവൻ വാസുദേവവും. വസുദേവനെ സംബന്ധിക്കുന്നതാണ് വാസുദേവൻ. ഈ സത്വഗുണത്തെ സംബന്ധിക്കുന്ന ജ്യോതിസ്വരൂപനായ ഭഗവാൻ ഈശ്വരൻ. വസുദേവ ശബ്ദിതം വിശുദ്ധം സത്വം യദ ഈയതേ തത്ര പുമാൻ അപാവൃത സത്വേ ച തസ്മിൻ ഭഗവാൻ വാസുദേവ. സത്വഗുണത്തിൽ ഭഗവാൻ വാസുദേവൻ ഹി അഥോക്ഷജോ മേ മനസാ വിധീയതേ. അഥോക്ഷജനായ ഭഗവാൻ, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നവനായ ഭഗവാൻ. അഥോക്ഷജൻ, അക്ഷം ഇന്ദ്രിയം, അഥോക്ഷൻ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് ജനിക്കുന്നവൻ അഥോക്ഷജൻ. ഇന്ദ്രിയങ്ങൾക്ക് വശീഭവിക്കാത്തവനായ ആ അഥോക്ഷജനിൽ മേ മനസാ വിധീയതേ, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആ അഥോക്ഷജനെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. വസുദേവൻ എന്ന ശബ്ദം ബ്രഹ്മവാചിയായിട്ടാണ് ഇവിടെ പറയാൻ പോവാ. ബ്രഹ്മവാചിയാണ് സത്വഗുണത്തിനും അതീതമായിരിക്കുന്ന ഗുണാതീതനായ ആ ശക്തി.
അപ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിൽ സത്വഗുണം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ വൈഭവത്തെയാണ് വാസ്തവത്തിൽ വസുദേവൻ എന്ന് വിളിക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ആരുണ്ട്? വസുദേവനുണ്ട്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധമായ അന്ധഃകരണത്തിൽ മായയുടെ ബന്ധമില്ലാതെ ഭഗവാൻ പ്രകാശിച്ചു നിൽക്കും അവിടെ. അതുകൊണ്ട് വാസുദേവൻ എന്ന ഭഗവാന് പേര് നിശ്ചയിച്ചു. വസുദേവനെ സംബന്ധിക്കുന്നതായതുകൊണ്ട് വാസുദേവൻ എന്ന് പേരുണ്ട്. ആ പുരുഷോത്തമൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പറ്റുന്നവനല്ല. അവരവരുടെ അന്ധഃകരണത്തിൽ സ്പഷ്ടമായി വിളങ്ങുന്ന ഈശ്വരനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഞാൻ ചെയ്യുക. ഞാനും തപസ് ചെയ്തുകൊണ്ടായിരിക്കുക. എന്താണ്? ഈ അന്ധഃകരണത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ചൈതന്യ സ്വരൂപത്തെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചു കൊണ്ടേയിരിക്കുക. ഇതാണ് വേണ്ടത്. പക്ഷേ ഈ ദക്ഷൻ അങ്ങനെയുള്ളവനല്ല. ദക്ഷൻ ദുർവിചാരങ്ങൾ കൊണ്ട് മനസ്സ് ദുഷിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ സർവഗുഹയിലും വസിക്കുന്ന ഭഗവത് സ്വരൂപത്തെയാണ് ഞാൻ നമസ്കരിക്കുന്നത്, വ്യക്തിയല്ല എന്ന് ഉറപ്പിക്കുകയാണ്. പ്രത്യുദ്ഗമ പ്രശ്രയണാഭിവാദനം വിധീയതേ പാതുമിത സുമധ്യമേ പ്രാജ്ഞൈ പരസ്മൈ പുരുഷായ ചേതസാ ഗുഹാശയായൈവ ന ദേഹമാനിനേ. ഹേ സുമധ്യമേ, പ്രാജ്ഞൈഃ പ്രത്യുദ്ഗമപ്രശ്രയണാഭിവാദനം ഗുഹാശയായ പരസ്മൈ പുരുഷായ ഏവ ചേതസാ സാധു മിഥഃ വിധീയതേ ദേഹമാനിനേ ന. പ്രത്യുദ്ഗമപ്രശ്രയണാഭിവാദനം വിധീയതേ സാധുമിഥഃ സുമധ്യമേ പ്രാജ്ഞൈ പരസ്മൈ പുരുഷായ ചേതസാ ഗുഹാശയായൈവ ന ദേഹമാനിനേ. പ്രത്യുദ്ഗമപ്രശ്രയണാഭിവാദനം വിധീയതേ സാധുമിഥഃ സുമധ്യമേ പ്രാജ്ഞൈ പരസ്മൈ പുരുഷായ ചേതസാ ഗുഹാശയായൈവ ന ദേഹമാനിനേ. തത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദീയതേ തത്ര പുമാനപാവൃതാം തത്വേ ച തസ്മിൻ ഭഗവാൻ വാസുദേവോ യഥോക്ഷജോ മേ മനസാ വിധീയതേ. വിശുദ്ധം സത്വം, വിശുദ്ധമായ സത്വഗുണത്തോടു കൂടിയ എന്തുണ്ടോ അതിനെ വസുദേവൻ എന്ന് വിളിക്കപ്പെടും. വസുദേവൻ എന്ന വാക്കുകൊണ്ട് ശബ്ദിതമാണ്, വിളിക്കപ്പെടുന്ന. വിശുദ്ധമായ സത്വം എവിടെയുണ്ടോ അവിടെ വസുദേവൻ എന്ന് ആ പ്രദേശത്തെ, ആ സ്ഥലത്തെ, ആ വ്യക്തിയൊക്കെ വിളിക്കാം. യത് ഈയത്തെ തത്ര പുമാൻ അപാവൃത. യത് ഈയത്തെ, ഈയത്തെ പ്രാപിക്കുക. അപാവൃത മറയ്ക്കപ്പെടാത്തവനായ പുരുഷൻ. ആ പരമേശ്വരനായ പുരുഷന്റെ ചൈതന്യം മറയ്ക്കപ്പെടാത്തതാണ്. അപാവൃത പുമാൻ തത്ര യത് ഈയത്തെ സത്വേ ച തസ്മിൻ ഭഗവാൻ വാസുദേവോ. ആ സത്വഗുണത്തിൽ, സത്വപ്രധാന ഗുണമായ അതിലെ അധോക്ഷജനായ ഭഗവാന് വിഷയമായിരിക്കുന്നു. മേ മനസാ വിധീയതേ, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നമസ്കരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഇപ്പൊ പരമാത്മ ചൈതന്യ സ്വരൂപനായ വാസുദേവനെയാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്നുള്ള ചിന്ത ആര് നമസ്കരിക്കുമ്പോഴും ഉണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാണ് എൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാൻ ദക്ഷിണ പറ്റാതെ പോയത്. ആരെ കണ്ടാലും നമസ്കരിക്കുക, അവരുടെയൊക്കെ ഈശ്വര ചൈതന്യമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് സത്വഗുണപ്രധാനമായ വസുദേവൻ എന്ന വാക്കുകൊണ്ട് വിളിക്കപ്പെടാവുന്ന ചൈതന്യമാണ്. തത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദീയത്തെ തത്ര പുമാൻ അപാവൃതാം
ഫത്വേ ച തസ്മിൻ ഭഗവാൻ വാസുദേവോ ഹ്യഥോക്ഷജോ മേ മനസാ വിധീയതേ. വിശുദ്ധം സത്വം വസുദേവശബ്ദിതം യത് തത്ര പുമാൻ അപാവൃതഃ ഈയത്തെ. സത്വേ തസ്മിൻ അഥോക്ഷജഃ വാസുദേവഃ ഭഗവാൻ മേ മനസാ വിധീയത്തെ. തത്വം വിശുദ്ധം വസുദേവശബ്ദിതം യദീയത്തെ തത്ര പുമാനപാവൃത. സത്വേ ച തസ്മിൻ ഭഗവാൻ വാസുദേവോ ഹ്യഥോക്ഷജോ മേ മനസാ വിധീയതേ. സത്വം വിശുദ്ധം വസുദേവശബ്ദിതം യദീയത്തെ തത്ര പുമാനപാവൃത. സത്വേ ച തസ്മിൻ ഭഗവാൻ വാസുദേവോ ഹ്യഥോക്ഷജോ മേ മനസാ വിധീയതേ. തത്തേ നിരീക്ഷ്യോ ന പിതാവിദേഹകൃത് ദക്ഷോ മമ തദനുവ്രതാശ്ചയേ. യോ വിശ്വസൃഗ്യജ്ഞഗതം വരോരു മാമാനാഗഫം ദുർവചസാകരോത്തിര. തത്തേ അതുകൊണ്ട്, തത് അതുകൊണ്ട്, തേ അങ്ങയ്ക്ക്, നിരീക്ഷ്യോ ന പിതാവി ദേഹകൃത്. നിരീക്ഷ്യ നോക്കുക, ന നിരീക്ഷ്യ നോക്കാൻ പറ്റാത്തവനാണ്. പിതാവി ദേഹകൃത്ത് ശരീരമുണ്ടാക്കി തന്ന പിതാവാണെങ്കിൽ പോലും നിന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യില്ല. ദക്ഷോ മമ ദുഷ്, ദക്ഷൻ എൻ്റെ ശത്രുവാണ് എന്നുള്ളതുകൊണ്ട്. തത് അനുവ്രതാഹ ച ഏ, അവനെ പിന്തുടരുന്നവരായ ആരൊക്കെയുണ്ടോ, പോന്നവരുണ്ടോ, വിശ്വഭൃഗ് യജ്ഞഗതം, ആ വിശ്വഭൃട്ടുകൾ യജ്ഞത്തിലെത്തിയിരിക്കുന്ന ഹേ വരോരു സുന്ദരി, മാം അനാഗഫം എന്നെ പാപമില്ലാത്തവനായി ദുർവചഫ അകരോത്തിര. ദുർവചഫ് കൊണ്ട് തിരഹാന്ത തിരസ്കരിച്ചു. ദക്ഷൻ നിന്റെ ശരീരത്തെ ജനിപ്പിച്ച ഒരു പിതാവാണ്, ശരിയാണ്. പക്ഷേ മരീചി മുതലായവരുടെ ആ സത്രത്തിൽ ഇരുന്ന നിരപരാധിയായ എന്നെ എത്രയോ ദുർവാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചു, നിന്ദിച്ചു. അതുകൊണ്ട് നിനക്ക് ആ ദക്ഷനെ കാണാൻ പോലും ആവില്ല. അത്രയ്ക്ക് ദുഷ്ടനാണ് അവൻ, കാണാൻ പോലും യോഗ്യനല്ല. അവൻ്റെ അനുയായികളെയും കാണാൻ പറ്റത്തില്ല, കാണുന്നത് ശരിയല്ല. അങ്ങനെ ഇരിക്കെ അവിടെ പോകുവാനോ ഒരുമിച്ച് ചെല്ലാനോ സൽക്കാരാദികൾ സ്വീകരിക്കാനോ ഒന്നും പാടില്ല. അത് ശരിയല്ല. ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല. അവനവൻ്റെ ശരീരത്തെക്കാൾ പ്രധാനം അവനവൻ്റെ ആത്മാവായതുകൊണ്ട് ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ ദ്വേഷിച്ചതുകൊണ്ട് അവിടെ പോകുന്നത് അനുചിതമാണ് എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. ഒരു കാരണവശാലും അവിടെ പോകരുത്. ഇപ്പം നീ എൻ്റെ പത്നിയാണ്, ദക്ഷിണപുത്രിയല്ല, ആയിരുന്നു. ഇപ്പം നീ കയറി ചെന്നാൽ എന്നുള്ള വിരോധം കൊണ്ട് ദക്ഷപത്നി എന്നുള്ള മട്ടിൽ നിന്നെ അവിടുന്ന് ആട്ടി ഇറക്കുക തന്നെയും സംശയിക്കാനില്ല. അതുകൊണ്ട് പോകുന്നത് ഉചിതമല്ല എന്ന് സ്ഥാപിക്കാം. തത്തേ നിരീക്ഷോ ന പിതാപി ദേഹകൃത് ദക്ഷോ മമ ദുഷ്ടതനുവ്രതാശ്ചയേ. യോ വിശ്വഭൃഗ് യജ്ഞഗതം വരോരു മാമനാഗഫം ദുർവചസാകരോത്തിരാം. തത് മമ ദുട്ട് ദക്ഷഃ ദേഹകൃത് പിതാ അപി. ഹേ വരോരു തേ ന നിരീക്ഷ്യ ഏ തത് അനുവ്രതാഃ തേപി ന നിരീക്ഷ്യ. യഃ
വിഷുഭൃഗ് യജ്ഞഗതം അനാഗഫം മാം ദുർവചഫ തിരഹ അകരോത്, തിരസ്കരിച്ചു എന്നർത്ഥം. തത്തേ നിരീക്ഷോ ന പിതാപിദേഹൃദക്ഷോ മമദ്വിട്ടതനുവ്രതാശ്ചയേ യോ വിശ്വഭൃഗ് യജ്ഞഗതം പരോരു മാമനാഗഫം ദുർവചഫാകരോത്തിരാം. തത്തേ നിരീക്ഷോ ന പിതാപിദേഹൃദക്ഷോ മമദ്വിട്ടതനുവ്രതാശ്ചയേ യോ വിശ്വഭൃഗ് യജ്ഞഗതം പരോരു മാമനാഗഫം ദുർവചഫാകരോത്തിരാം. ഇതി വ്രജിഷ്യഫ്യധിഹായ മദ്വചോ ഭദ്രം ഭവത്യാ ന തതോ ഭവിഷ്യതി സംഭാവിതഫ്യഫുജനത്പരാഭവോ യഥാ ഫദ്യോ മരണായ കൽപ്പതേ. യദി വ്രജിഷ്യഫി അധിഹായ മദ്വച, മദ്വചോ അധിഹായ യദി വ്രജിഷ്യഫി, എൻ്റെ വാക്കുകളെ മറിച്ചു കടന്നുകൊണ്ട് നീ പോകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, മദ്വചോ അതിഹായ, എൻ്റെ വാക്കിനെ അതിക്രമിച്ചു കളഞ്ഞിട്ട്, യദി വ്രജഫി വർജിഷ്യഫി, നീ പ്രാപിക്കുക തന്നെ ചെയ്യും. ഭദ്രം ഭവത്യാ ന തതോ ഭവിഷ്യതി, ഭവതിയാൽ ഭദ്രമുണ്ടാവില്ല, മംഗളകരമായി തീരില്ല നിങ്ങളുടെ കൂടിക്കാഴ്ച. സംഭാവിതസ്യ, അല്പം മുമ്പ് വരെ ആദരിച്ചിരുന്ന ഒരാൾക്ക് സ്വജനാത് പരാഭവ, സ്വജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ പരിഭവം യഥാഫ സദ്യോ മരണായ കൽപ്പതേ, അത് അല്പം മരിക്കാൻ തന്നെ കാരണമായി. ബന്ധുജനങ്ങളുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ, സ്വജനങ്ങളുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവരൊക്കെ നിന്നെ ആദരിക്കാതിരിക്കുക, ബഹുമാനിക്കാതിരിക്കുക, നിന്ദിക്കുക, അവരിൽ നിന്നും പരാഭവം, പരിഭവങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ യാതൊരാളും കേട്ടാൽ അപ്പം മരിക്കാൻ തന്നെ ചെയ്യും, ആത്മഹത്യ ചെയ്യാൻ ഇനി മുമ്പോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചേക്കാം. അങ്ങനെ ആയാൽ എപ്പോഴും ആദരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ആദരവില്ലാതെ വന്നാൽ അത് മരണത്തെക്കാൾ ഭയാനകമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ട് അവിടെ പോകാനാണ് ഭാവിക്കുന്നെങ്കിൽ അതുകൊണ്ട് അമംഗളമേ ഉണ്ടാവുള്ളൂ. എപ്പോഴും സൽക്കരിക്കുന്ന ഒരു സ്വജനം പെട്ടെന്ന് നിന്ദിക്കുന്ന വന്നാൽ അപ്പം തന്നെ അവൻ്റെ മുമ്പിൽ വെച്ച് മരിച്ചു കളയാൻ പോലും തോന്നും. പുത്രന്മാരിൽ വെച്ച് നീ ശ്രേഷ്ഠയാണെന്നുള്ള ഭാവത്തോടു കൂടി ഇതുവരെ സൽക്കരിച്ചിരുന്ന നിന്റെ പിതാവിൽ നിന്നും സൽക്കാരമല്ല തിരസ്കാരമായിരിക്കും ഉണ്ടാവുക. അത് മരണത്തിൽ പര്യവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് പോകാതിരിക്കേണ്ടതാണ് ആവശ്യം എന്നാണ് എൻ്റെ അഭിമതം. യദി വ്രജിഷ്യഫ്യതിഹായ മദ്വചോ ഭദ്രം ഭവത്യാ ന തതോ ഭവിഷ്യതി സംഭാവിതഫ്യഫുജനത്പരാഭവോ യഥാ ഭവദ്യോ മരണായ കൽപ്പതേ. മദ്വചഃ അതിഹായ വർജിഷ്യഫി യദി ഭവത്യാഃ തതഃ ഭദ്രം ന ഭവിഷ്യതി സംഭാവിതസ്യ സ്വജനാത് പരാഭവഃ യഥാ ഭവതി പഹ സദ്യോ മരണായ കൽപ്പതേ. യദി വ്രജിഷ്യഫ്യതിഹായ മദ്വചോ ഭദ്രം ഭവത്യാ ന തതോ ഭവിഷ്യതി സംഭാവിതസ്യ സ്വജനത്പരാഭവോ യഥാ സദ്യോ മരണായ കൽപ്പതേ. യദി വ്രജിഷ്യഫ്യതിഹായ മദ്വചോ ഭദ്രം ഭവത്യാ ന തതോ ഭവിഷ്യതി സംഭാവിതസ്യ സ്വജനത്പരാഭവോ യഥാ സദ്യോ മരണായ കൽപ്പതേ.
യദി വ്രജിഷ്യതിഹായ മദ്വചോ ഭദ്രം ഭവത്യ ന തതോ ഭവിഷ്യതി പംഭാവിദ പരാഭവോ യഥാഫ സദ്യോ മരണാജകൽപ്പതേ. ഇങ്ങനെ ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിൽ ധർമ്മപ്രകരണമെന്ന ഈ കാര്യകാരണ നിരൂപണം എന്ന അധ്യായം ഇവിടെ സമാപ്തി. നമുക്ക് സമയം കൃത്യമായി. ഇപ്പം നമുക്ക് ശാന്തിപാഠം ചൊല്ലിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പ്രസംഗിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.